നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ABCREATIONലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും കൂടി ഒന്ന് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഇമേജസിൻ്റെ കളർ മാച്ച് ചെയ്യുന്നതാണ് ഗൈസ്. നമ്മൾ രണ്ട് സിമ്പിൾ മെത്തേഡാണ് നോക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് ഒരുപാട് പ്രൊഫഷണൽ മെത്തേഡ്സ് ഉണ്ട് ഗൈസ്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല, നമ്മൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് അതിൻ്റെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഞാനിവിടെ ആദ്യം ഇമേജാണ് ഗൈസ് നിങ്ങൾക്ക് കളർ മാച്ച് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. ഇമേജ് സെലക്ട് ചെയ്യാം, ഓപ്പൺ കൊടുക്കാം. ഈ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പെൻ ടൂൾ വെച്ചാണ് ഗൈസ്. നമുക്കൊന്ന് ഫുൾ സ്ക്രീൻ ആക്കാം. ഈ പെൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം റിമൂവ് ചെയ്ത് കളയാം. കട്ടിങ് ഏകദേശം ശരിയായിട്ടുണ്ട് ഗൈസ്. പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ഇത് ട്യൂട്ടോറിയൽ ആയിരുന്നു ഗൈസ് അങ്ങനെ ചെയ്യാത്തത്. നമുക്ക് കൺട്രോൾ എൻ്റർ കൊടുക്കാം. നമുക്കൊന്ന് മാസ്ക് ചെയ്ത് നോക്കാം. സെലക്ട് ആൻഡ് മാസ്ക് ഒന്ന് കൊടുത്ത് നോക്കാം. ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കട്ടിങ്സ് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഓക്കെ കൊടുക്കാം. ഈ മാസ്കിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഗൈസ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ ഫയലിൽ പോവാം. പ്ലേസ് എംബെഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഗൈസ്, അത് സെലക്ട് ചെയ്യാം. എന്തായാലും ഈ ബാക്ക്ഗ്രൗണ്ടാണ് ഗൈസ് കൊടുക്കുന്നത്. അത് സെലക്ട് ചെയ്തിട്ട് പ്ലേസ് കൊടുക്കുക. ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് വലുതായി കൊടുക്കാം. നമ്മുടെ ഒബ്ജക്റ്റ് എടുത്ത് നേരെ ഇതിൻ്റെ മുകളിൽ കൊണ്ടിടാം. നമുക്ക് ഇതിൻ്റെ കളർ എങ്ങനെ മാച്ച് ചെയ്യാൻ നോക്കാം ഗൈസ്. ഇത് ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഗൈസ്. ഈ മെത്തേഡ് നമുക്ക് ചില സാഹചര്യങ്ങളിലൊക്കെ വർക്കാവുള്ളൂ. ഇത് കാരണമാണ് നമ്മൾ വേറൊരു മെത്തേഡും നോക്കാൻ പോകുന്നത്. ഇത് വെച്ച് എങ്ങനെ കളർ മാച്ച് ചെയ്യാൻ നോക്കാം ഗൈസ്. അത് തന്നെ നിങ്ങൾ ഇമേജ് സെലക്ട് ചെയ്യുക, അഡ്ജസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്യുക, മാച്ച് കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഗൈസ്, അത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ സോഴ്സ് നിന്ന് കാണാൻ സാധിക്കണ നണ്ണാണ് ഗൈസ്. അത് മാറ്റി നമ്മുടെ മോഡൽ ആക്കി കൊടുക്കാം. ഈ ലെയർ 0 എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലെയർ കൊടുക്കാം ഗൈസ്. പിക്സൽസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പിക്സൽസിന് ഇത് കൊടുക്കാം. ഓക്കെ കൊടുക്കാം ഗൈസ്. അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോഷോപ്പ് എന്ന് നമുക്ക് കളർ മാച്ച് ചെയ്ത് തന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം ഗൈസ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഓൾറെഡി റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. നേരത്തെ ചെയ്ത പോലെ നമുക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. അതിൽ ഈ ബാക്ക്ഗ്രൗണ്ടാണ് ഗൈസ് കൊടുക്കുന്നത്. ഇതൊന്ന് സ്കെയിൽ ചെയ്യുക ഗൈസ്. ടിക്ക് മാർക്ക് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഒബ്ജക്റ്റ് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലിടാം. ഇനി നമുക്കിതെങ്ങനെ കർവ്സ് യൂസ് ചെയ്ത് കളർ മാച്ച് ചെയ്യാനാണ് ഗൈസ്. അതിനുവേണ്ടി നിങ്ങൾ ഈ ഐക്കൺ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കർവ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് സെലക്ട് ചെയ്യുക. നമുക്ക് ഈ ബോക്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. ഇതൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഗൈസ്. ഇനി നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഏറ്റവും ഡാർക്കസ്റ്റ് പോർഷൻ സെലക്ട് ചെയ്യണം ഗൈസ്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും ഡാർക്കുള്ള പോർഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതാണ് ഗൈസ് കൊടുക്കുന്നത്. ഇനി ഓക്കെ കൊടുക്കുക. സേവ് ദ ന്യൂ ടാർഗറ്റ് കളേഴ്സ് ആസ് ഡിഫോൾട്ട്സ് എന്ന് കാണിച്ച് ചോദിക്കും ഗൈസ്. നമ്മൾ യെസ് കൊടുക്കുക. ഇനി ഇമേജിൻ്റെ ഏറ്റവും ഡാർക്കസ്റ്റ് പോർഷനിൽ നമുക്ക് ആ കളർ കൊണ്ട് പേസ്റ്റ് ചെയ്യണം.
ഇമേജിൻ്റെ ഏറ്റവും ഡാർക്കസ്റ്റ് പോർഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഏകദേശം നമ്മുടെ ഇമേജിന് കളർ മാച്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതുപോലെ നമുക്ക് ഹൈലൈറ്റ്സും മാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി നമുക്ക് ഈ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഏറ്റവും ബ്രൈറ്റസ്റ്റ് പോർഷൻ എടുക്കുക ഗൈസ്. നമ്മുടെ ഈ ഫോട്ടോയിൽ നമുക്ക് ഈ സൺസെറ്റിൻ്റെ അവിടെയുള്ള ഈ ബ്രൈറ്റസ്റ്റ് പോർഷൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക, എസ് കൊടുക്കുക. എന്നിട്ട് ഈ ഇമേജിൻ്റെ നമുക്ക് ഏറ്റവും ബ്രൈറ്റസ്റ്റ് പോർഷൻ നോക്കാം ഗൈസ്. നമുക്ക് ഈ ബട്ടർഫ്ലൈയുടെ ഇവിടെ കൊടുത്ത് നോക്കാം. അത് കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ട് ഗൈസ്. നമുക്ക് അത് മാറ്റി കൊടുത്ത് നോക്കാം. ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ഗൈസ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇമേജും കളർ മാച്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഗൈസ്. പ്രൊഫഷണൽ മെത്തേഡ് ഒരുപാടുണ്ട് ഗൈസ്. അത് ഒരുപാട് ടൈംസ് നമുക്ക് കൺസ്യൂം ചെയ്യേണ്ടി വരും.